ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുകയും കോടികളുടെ നാണ്യം നൽകിത്തരികയും ചെയ്യുന്നവരാണ് മത്സ്യബന്ധന തൊഴിലാളികൾ. ഇവരിന്ന് വലിയൊരു സമരമുഖത്താണ്. ഞാനിന്നിവിടെ ചോദിക്കാൻ എത്തി നിൽക്കുന്നത് കൊല്ലം നീണ്ടകരയിലാണ്. ഈ വിഷയമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. കേരളം മുങ്ങിയ പ്രളയകാലത്ത് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയവരാണ് നമുക്ക് പിന്നിൽ നിൽക്കുന്നവരെല്ലാം തന്നെ. ഇവരെല്ലാം ഇന്ന് വലിയൊരു പ്രശ്നത്തിലാണ്. നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ഈ ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് എല്ലാം വരാനുള്ള ഒരു സാഹചര്യം? മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഏറ്റവും പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡീസലിന്റെ വില വർധനവ് നമുക്ക് ഒരു കാരണവശാലും കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യവും നമ്മൾ ചിലവാക്കുന്ന രൂപയായിട്ട് ഒരിക്കലും ടാലി ആവുന്നില്ല. ഞങ്ങൾ ഓരോ ദിവസം തോറും കടക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഗവൺമെന്റിന്റെ ഈ 2018 മുതലുള്ള അടുത്ത നിയമങ്ങൾ, KMFR ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് വന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കാരണം നമ്മളുടെ നിലവിലുണ്ടായിരുന്ന ലൈസൻസ് ഫീസ് എല്ലാം വർദ്ധിപ്പിച്ചു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം വെറും 250 രൂപയും 1000 രൂപയും 3000 രൂപയും മാത്രം ലൈസൻസ് ഫീസ് ഉള്ളപ്പോൾ ഇവിടെ 25,000 രൂപ ലൈസൻസ് ഫീസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ക്ഷേമനിധിയുണ്ട്. ക്ഷേമനിധി എന്ന് പറയുമ്പോഴത്തേക്ക് അതും നമുക്ക് വലിയ വർദ്ധിച്ച തുകയാണ്. 4,500 രൂപ കൊടുത്തിരുന്ന ക്ഷേമനിധി ഒറ്റയടിക്ക് 9,000 രൂപ ആക്കി. 9,000 കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് 15,000-ലേക്ക്. ട്രോളിംഗ് നിരോധന സമയത്ത് പോലും 12 മാസവും യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയിൽ നിന്ന് ക്ഷേമനിധി വിഹിതം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഫീസും ഇതെല്ലാം വർദ്ധിപ്പിച്ചു. പിന്നെ KMFR ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഫൈൻ വർദ്ധിപ്പിച്ചു. 25,000 രൂപ മുതൽ 50,000 രൂപ വരെ ഫൈൻ വർദ്ധിപ്പിച്ചിരുന്ന സ്ഥലത്ത് ഒറ്റയടിക്ക് 2.5 ലക്ഷം രൂപ ഫൈൻ. ഫൈൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനും ഫൈൻ അടിക്കുകയാണ്. ബോട്ട് കടലിൽ പോയി മത്സ്യബന്ധനം ഞങ്ങൾ നടത്തുന്ന ട്രോളിംഗാണ്. ട്രോളിംഗ് മത്സ്യബന്ധനം ഞങ്ങൾ കടലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വണ്ടി പിടിച്ചാൽ ഒരു കുറ്റം കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നതാണ്. ഒരു ബോട്ട് പിടിച്ചാൽ ഒരു കുറ്റം കണ്ടെത്തി ഞങ്ങൾക്ക് ഇല്ലാത്ത കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷിക്കുകയാണ്. ലൈസൻസ് ഫീസ് അടയ്ക്കാൻ ഞങ്ങൾ 25,000 ലൈസൻസ് ഫീസ് അടയ്ക്കാൻ താമസിച്ചു പോയാൽ അതിന്റെ പേരിൽ 2.5 ലക്ഷം രൂപ പിഴയടിക്കുകയും ആ പിഴയടിച്ചതോടൊപ്പം തന്നെ ഞങ്ങളുടെ അതുവരെ പിടിച്ചുകൊണ്ടുവന്ന മത്സ്യങ്ങളെല്ലാം സർക്കാരിലേക്ക് കണ്ടുകിട്ടുകയും ചെയ്യുക. ഇത് ഇങ്ങനൊരു സംവിധാനം യഥാർത്ഥത്തിൽ ഈ മത്സ്യബന്ധനോട് മേഖലയോട് മാത്രമല്ലേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇതുപോലുള്ള റോഡിലും മറ്റും ഓടുന്ന യാനങ്ങളൊക്കെ ലൈസൻസ് ഫീസ് അടയ്ക്കാൻ താമസിച്ചാൽ എന്താ ചെയ്യുന്നത്? ലേറ്റ് ഫീ വാങ്ങും. ഞങ്ങളുടെ നിന്ന് ലേറ്റ് ഫീ വാങ്ങുന്നുണ്ട്. ലൈസൻസ് ഫീസ് അടയ്ക്കാൻ താമസിച്ചാൽ 250 രൂപ ലേറ്റ് ഫീ വാങ്ങുന്നു. 2,500 രൂപ ലേറ്റ് ഫീ വാങ്ങുന്നു. ആ 2,500 ലേറ്റ് ഫീക്ക് പുറമെയാണ് 2.5 ലക്ഷം രൂപ വീണ്ടും ഫൈൻ അടിക്കുന്നു. പിന്നെ ഞങ്ങളുടെ മത്സ്യം മൊത്തം കണ്ടുകിട്ടുന്നു. അപ്പൊ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ കിടന്ന് ഞങ്ങളുടെ ആൾക്കാർ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യം അവൻ അധ്വാനിച്ചുകൊണ്ട് വരുമ്പോൾ അവന്റെ ഒരു പ്രതീക്ഷ എന്താണ്? അവന്റെ കുഞ്ഞുമങ്ങൾക്ക് ഇത് വിറ്റ് കാശാക്കി കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന ഭക്ഷണം വാങ്ങിക്കൊടുക്കാം, അവന്റെ ചെലവ് നടത്താവുന്നതാണ്. അത് ഈ സർക്കാർ തട്ടിപ്പറിച്ച് വാങ്ങിയാൽ, അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തട്ടിപ്പറിച്ച് വാങ്ങിയാൽ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുമക്കളെ എങ്ങനെ ഞങ്ങൾ സംരക്ഷിക്കും? അപ്പൊ അതൊരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു തീരുമാനമല്ലേ. അപ്പൊ എന്തിനാണ് ഞങ്ങളുടെ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ കണ്ടുകെട്ടി ഇവർ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത്? അപ്പം ഇത്തരത്തിലുള്ള മത്സ്യം കണ്ടുകെട്ടുന്ന നിയമവും അമിതമായി ഈ ലൈസൻസ് ഫീസ് അടയ്ക്കാത്തതിലും പിഴയടിക്കുന്ന നടപടിയും, പിന്നെ ഞങ്ങൾ നടത്തുന്നത് ട്രോളിംഗ് ആണ്. ട്രോളിംഗിൽ ഞങ്ങൾ ബോധപൂർവമായ ഒരു ചെറുമത്സ്യം പിടിക്കരുതെന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനവും ഞങ്ങളുടെ തീരുമാനം. കാരണം മത്സ്യം ഉണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളിയുള്ളൂ. പക്ഷേ ഞങ്ങൾ ബോട്ടിലിരുന്ന് അടിത്തട്ടിൽ നടത്തുന്ന ഈ മത്സ്യബന്ധനത്തിൽ ചെറുതും വലുതും എല്ലാം അതിനകത്ത് പെടും. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ചെറുത് വന്നാൽ പോലും അത് ആ പകുതിയിൽ കൂടുതൽ വന്നാൽ മാത്രമേ നമ്മൾ നിയമ നടപടിക്ക് വിധേയമാക്കാവുന്നതാണ്. ഈ നിയമം കണ്ടെത്തി കൊടുത്ത ഡോക്ടർ സുനിൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ 13 ശാസ്ത്രജ്ഞന്മാരടങ്ങുന്ന ഒരു ടീം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത സജഷൻ. പക്ഷെ അത് മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ചെറുമത്സ്യം പിടിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പിടിച്ചപ്പോൾ 2.5 ലക്ഷം രൂപ ശിക്ഷിക്കുകയാണ്. ഞങ്ങൾ ബോധപൂർവമായി ഒരു ചെറുമത്സ്യം പിടിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ഫിഷറീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ ഈ ചെറുമത്സ്യം ഒഴിവാക്കി പിടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ടെക്നോളജി അവർ പറഞ്ഞു തന്നാൽ ആ ടെക്നോളജി ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പം ഞങ്ങൾ ബോധപൂർവമല്ലാത്ത ചെയ്യുന്ന കാര്യത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ പരിശോധനയുടെ പേരിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷേമനിധിയുടെ ഞങ്ങളുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ കടയിൽ പോയി അപകടം മരണപ്പെട്ടാൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ വിവിധങ്ങളായ മത്സ്യബന്ധന മേഖലയെ കുറേ അധികം നിയമങ്ങൾ, നിയമങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്ന എങ്ങനെയാണ്? ഇത് ഞങ്ങൾ ബോട്ട് കടലിൽ പോയിട്ട് വരുമ്പോൾ ബോട്ട് പരിശോധിക്കാൻ വരുന്നവരാണ് ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥർ. ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥർ വരികയും ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥർ തന്നെ അവർ വന്ന് നമ്മളെ ബോട്ട് പിടിച്ചിട്ട് അവരതിനകത്ത് നമ്മളെ ബോട്ട് പിടിച്ചിട്ട് AD ഫിഷറീസ് കൊണ്ടുവന്ന് കുറ്റപത്രം തയ്യാറാക്കുന്നു. DD ഫിഷറീസ് അത് ശിക്ഷിക്കുന്നു. ഒരു ഏജൻസി തന്നെ നമ്മളെ പിടിക്കുകയും
അതേ ഏജൻസി കുറ്റപത്രം തയ്യാറാക്കുകയും അതേ ഏജൻസി തന്നെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന വിരോധാഭാസപരമായ ഒരു കാര്യമാണ് നടപ്പിലാക്കുന്നത്. നമ്മുടെ അടുത്ത കാലത്ത് ലോകായുക്ത നിയമം മാറ്റി എഴുതണമെന്ന് നമ്മുടെ നിയമമന്ത്രി രാജീവ് സാർ നിയമസഭയിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത് പറഞ്ഞത് ഒരേ ഏജൻസി തന്നെ കുറ്റം അന്വേഷിക്കുകയും അതേ ഏജൻസി തന്നെ പിന്നെ കുറ്റം വിധിക്കുകയും ചെയ്താൽ അതിനകത്ത് നീതിയില്ല, അതുകൊണ്ട് ആ നിയമം പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകായുക്ത നിയമം നമ്മൾ ഇവിടെ മാറ്റി എഴുതിയത്. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ശിക്ഷിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി വെക്കുന്നത്? ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചതിനോട് തന്നെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ഒരു പണിയും കൊടുത്തു. 100 രൂപ ആയിരുന്ന ക്ഷേമനിധി വിഹിതം 300 രൂപയിലേക്ക് മാറ്റി. ആരടുത്തും ചോദിച്ചില്ല. അനുബന്ധ തൊഴിലാളികൾക്ക് 600. ചോദിക്കാൻ ആളില്ലാത്തല്ലേ ഇതെല്ലാം വരുന്നത്. 15 വർഷമായ ബോട്ടുകൾ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. പൊളിച്ചു മാറ്റണമെന്ന് പറയുമ്പോ ഈ 15 വർഷമായ ബോട്ട് പുതുക്കാൻ അയാൾക്ക് മാറ്റി ഒരു പുതിയ ബോട്ട് ഉണ്ടാക്കാൻ അയാൾക്ക് സാധിച്ചാലേ ഈ 15 കൊല്ലമായ ബോട്ട് അവിടെ നടക്കില്ലല്ലോ. അപ്പൊ 15 കൊല്ലമായ ബോട്ടുകൾ ഉള്ളത് 1ഉം 2ഉം അല്ല കേരളത്തിലുള്ളത്, 1000-ഓളം ബോട്ടുകളുണ്ട്. ഈ 1000-ഓളം ബോട്ടിലെ പോകുന്നത് ബോട്ടിലെ തൊഴിലാളി തന്നെയാണ് ഉടമ. ഈ പറയുന്ന 1000-ഓളം ബോട്ടുകൾ, 15 വർഷമായ ബോട്ടുകൾ അവരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഈ 1000-ഓളം കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിനാണ് ഈ സമരം. ശരിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിനൊരു അനുഭവസ്ഥനാണ്. കാരണം വെച്ചാൽ എന്റെ ഒരു ബോട്ട് മുതലപ്പുഴയിൽ പിടിക്കുകയും എന്റെ അറിവില്ലായ്മ ചൂഷണം ചെയ്ത ഉദ്യോഗസ്ഥരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. കാരണം വെച്ചാൽ ബോട്ട് പിടിച്ച് അവിടെ ചെന്ന് ലൈസൻസിന്റെ ഡേറ്റ് താമസിച്ചതിന്റെ പേരിലാണ് എന്റെ ബോട്ട് അവിടെ പിടിച്ചിട്ട് അവർ പറഞ്ഞ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിനകത്തുള്ള ചരക്കുകൾ ഞങ്ങൾ വിറ്റായിട്ട് നിങ്ങൾ എഴുതി തന്നാൽ മതി, അപ്പം പിന്നെ വലിയ ഫീസും കാര്യങ്ങളൊന്നും വരത്തില്ല, നിങ്ങൾക്ക് ഫൈൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് നമ്മളെ കൊണ്ട് അതങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ ഒപ്പിട്ട് മേടിച്ച് അവര് പിന്നെ ഞാനത് DD ഓഫീസിൽ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞത് 2.5 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാതെ നിന്റെ ബോട്ട് റിലീസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ആ ഒരു നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലും നമ്മളെ ഭരിക്കുന്നവർ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ പോർട്ട് പ്രസ്ഥാനത്ത് ഞങ്ങളുടെ ഈ മത്സ്യത്തൊഴിലാളിയുടെ കാര്യം പറയാനാണെങ്കിൽ ഏറ്റവും വലിയൊരു മഹത്വം ഇവര് ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ഒരു പകലൊരു പോർട്ട് പോയാൽ അത് 1000, 10,000 അല്ലെങ്കിൽ 6,000 രൂപ കിട്ടി അവര് കര വന്നാലും ഒരു രോഗിയായിട്ട് കഴിയുന്ന ഒരാള് ആ പോട്ടിന്റെ അടുത്ത് ചെന്ന് അവരുടെ ഒരു ഓട്ടം മീൻ കൊണ്ടുവന്നാലും അതിൽ നിന്ന് ഇച്ചിരി വാരിയിട്ട് കൊടുക്കും. ആ വീടിന്റെ ഭക്ഷണി മാറ്റി കഴിഞ്ഞുകൂടുന്നതാണ് മനുഷ്യത്തൊഴിലാളി മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മ. അന്നേരം ആ പോട്ട് കൊണ്ടും വള്ളം കൊണ്ടും എത്രയോ വയ്യാതെ സുഖമില്ലാതെ കിടക്കുന്നവരും ഒരു പ്രായമായ അമ്മച്ചിയായാലും ഒരു ചെറുപ്പക്കാരനായ ഒരു മകൻ ജോലി ചെയ്യാൻ വയ്യാത്ത മോൻ ചെന്ന് ഇച്ചിരി കൈ നീട്ടിയാലും 50 രൂപയുടെ മുതൽ വാരിയിട്ട് കൊടുക്കും. പക്ഷെ ഈ ഒരു മകനോ ഒരു അമ്മയോ ഒരു വീട്ടിൽ ചെന്ന് ഇന്ന് ഗേറ്റിന് മുട്ടി തീർന്ന് ചെന്നാൽ അന്ന് 10 രൂപ കൊടുക്കും. പിറ്റേന്ന് അവർക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ? എന്നാൽ മനുഷ്യത്തൊഴിലാളിയായ മക്കൾ എന്താണ് ചെയ്യുന്നത്? ആ കൊണ്ടുവരുന്ന അവർക്ക് എണ്ണക്കടമായാലും അതിൽ നിന്ന് അരക്കൊട്ടയായാലും ആ ചരുവത്തിലും ആ മകന്റെ കവറിലും അവർ 5-6 വാരിയിട്ട് കൊടുക്കും. അത് കൊണ്ടുപോയി വിൽക്കുമ്പോ 50, 100 കിട്ടും. 10 ബോട്ടിന്റെ അടുത്ത് ചെല്ലുമ്പോ ആ കുടുംബവും അവര് കഴിഞ്ഞുകൂടിയാണ്. അന്നേരം ഈ മനുഷ്യത്തൊഴിലാളിയായ മക്കൾക്കല്ലേ 1ാം സ്ഥാനം കൊടുക്കേണ്ടുന്നത്. ആ മക്കളല്ലാതെ ഈ വിശപ്പ് കാണുന്നത് വേറെ ഏത് പ്രസ്ഥാനമാണ് കാണുന്നത്? ഇന്നൊരു കമ്പനി നടത്തുന്നവൻ ഇവരുടെ വേദന കാണുമോ? ഇന്ന് വേറൊരു ഗവൺമെന്റ് ഏത് പ്രസ്ഥാനമായിക്കോട്ടെ ഈ മനുഷ്യത്തൊഴിലാളി മക്കളല്ലാതെ വേറെ ഏതൊരു പ്രസ്ഥാനത്തിൽ എന്നാലും ഇങ്ങനെയുള്ളവരുടെ വിശപ്പിന് ആരാണ് കൊടുക്കുന്നത്? അന്നേരം ഈ ഇത്രയും നല്ലതായ മനുഷ്യത്തൊഴിലാളിയായ മക്കൾക്ക് കിട്ടാത്ത നീതിയാണോ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്? ഞങ്ങൾ എല്ലാവരും ഇപ്പൊ നിങ്ങൾ പോട്ട് പോയി കൊണ്ടുവന്നാൽ 10,000 രൂപയ്ക്ക് കിട്ടിയാൽ 50,000 രൂപ ചെലവാക്കി പോയി 10,000 രൂപ ആയിരിക്കും ഇവര് കിട്ടുന്നത്. ഇവര് കൊണ്ടുവരുന്ന ആ ചരക്കെടുത്ത് 200 രൂപ കിട്ടുമ്പോ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം കഴിഞ്ഞുകൂടുന്നതാ. അന്നേരം ആരെയാണ് ഇവിടെ കാണേണ്ടത്? സർക്കാർ. ഞങ്ങളാരും വാങ്ങിക്കും. വോട്ടുകാർക്ക് പറ്റില്ലയാ. അവിടെ പട്ടിണി നടന്നാലും ഞങ്ങളാരും വാങ്ങിക്കുന്നവരാ. വോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാ. കടലിന്റെ മക്കളായ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ വോട്ട് പ്രസ്ഥാനം തമിഴ്നാട്ടിൽ നിന്ന് വന്നു വരെ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നു. ലക്ഷങ്ങൾ അവളമാർ കൊണ്ടുപോകുന്നു തമിഴ്നാട്ടിൽ. അവളൊക്കെ ദിവസം 4,000, 5,000 രൂപ കൊണ്ടുപോകും. അതെങ്ങനെ വരുന്നു തമിഴ്നാട്ടുകാർക്ക് അത്രയും വലിയ ആനുകൂല്യങ്ങള്? ഞങ്ങൾക്ക് 10 കിലോ അരി വരണം, 220 രൂപ അടച്ചാൽ മതിയായിരുന്നു. അതിപ്പോ 660 രൂപയായിട്ട് വേണം അടയ്ക്കേണ്ടത്. അതെങ്ങനെ അടയ്ക്കും?
ഞങ്ങൾക്ക് അത് മാസം തോറും അവർ അയക്കത്തില്ല. അവർക്ക് തോന്നുമ്പോഴാണ് അയച്ചു തരുന്നത്. അതിനകത്ത് പെൻഷൻ കറക്റ്റായിട്ട് വരുന്നില്ല. പെൻഷൻ കൊടുക്കുന്നവർക്ക് ആർക്കും കറക്റ്റായിട്ട് വരുന്നില്ല. ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരില്ലാതെ ഈ ജോലി ചെയ്താ ഞങ്ങളുടെയൊക്കെ മക്കളെ ഞങ്ങൾ വളർത്തിയതും കെട്ടിച്ചതുമല്ല. എനിക്ക് ഈ 200 രൂപ ഇവിടുന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ഇന്ന് മരുന്ന് മേടിക്കാൻ. എനിക്കാണെങ്കിൽ എന്റെ ഭർത്താവ് 24 വയസ്സ് നഷ്ടപ്പെട്ടതാ. ഞാൻ ഈ ശക്തികുളങ്ങര ആർബറി വന്ന് എന്റെ മക്കളുമായിട്ട് കഷ്ടപ്പെട്ട എന്റെ 2 പെമ്മക്കളെയും കെട്ടിച്ച് എന്റെ മോനെയും കെട്ടിച്ചു. എന്റെ മോൻ ഒരു വണ്ടി അപകടം വന്നതാ അറിയാം. 6 ലക്ഷം രൂപ ഞാൻ ഈ ജോലി ചെയ്ത അവനെ രക്ഷപ്പെടുത്തി എടുത്തത്. അതൊക്കെ ഈ വോട്ടുണ്ടായിട്ടില്ല. അല്ല ഞങ്ങൾ മരുന്നിനും മണ്ണിനും വകയില്ലാതെ കഴിയുന്ന ഞങ്ങളൊക്കെ ഈ 200 രൂപ കിട്ടിയാൽ മോനെ ഞങ്ങളെ ജീവിതം മാർഗം പോകുന്നത്. അത് ഈ പ്രസ്ഥാനം ഇല്ലാതെ വന്നാൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് വേറെ തൊഴിൽ അറിഞ്ഞൂടാ. വേറെ തൊഴിൽ ചെയ്യാൻ വയ്യ. ഒരു വീട്ടു വേലയ്ക്ക് പോയിരുന്നാൽ തുടയ്ക്കാനും തൂക്കാനും ഹാർട്ടില് പേസ് മേക്കർ മിഷ്യൻ ഇരിക്കുക. നമുക്ക് അതെടുത്ത് ഒരു വീട് ചെന്ന് അവർക്കുള്ള കുണ്ടാക്ക് വേല ചെയ്തു കൊടുക്കാൻ ഒക്കുന്നില്ല. 200 രൂപ ഇവിടെ വന്നില്ല. അവിടെ ഇരുന്ന് പയ്യ ശരീരത്തിന്റെ അടുത്ത് ഒളിച്ച് നമുക്ക് കിട്ടുന്നതാണ് ഈ മരുന്ന് മേടിപ്പ് നടത്തുന്നത്. ഈ ആർബറി ജോലിക്ക് വന്നത്. എനിക്ക് 59 വയസ്സുണ്ട്. ഇതിന്റെ എല്ലാ സാധനവും നമുക്കറിയാം. ഇപ്പൊ ഇവര് ബോട്ട് കടലിൽ പോയ 2 ലക്ഷം 3 ലക്ഷം രൂപ മുടക്കി പോയ കാര്യം. എന്റെ ഭർത്താവ് ബോട്ട് കാർപ്പൻഡറാ, ബോട്ട് പണിയുന്ന കാർപ്പൻഡറാ. പുള്ളിക്കാരൻ പറയുമ്പോ വന്നറിയാം. അവരൊരു ബോട്ട് പണിഞ്ഞിറങ്ങുമ്പം അവര് ആ കാർപ്പണിന് കൊടുക്കുന്ന അവർ 2500 രൂപ ശമ്പളം കൊടുക്കുന്നു. കാർപ്പണിന് ബോട്ട് പണിയുന്നു. ഏകദേശം ബോട്ട് ഇറങ്ങി അവർ ഇറങ്ങുമ്പോൾ 5 ലക്ഷം രൂപ എങ്കിലും ഈ പണിക്ക് പോലും ഒരു പണി തീർത്ത് കുറവ് പുറത്തിറങ്ങും. ഇവര് കടലിൽ പോയി ഇത് കിട്ടിയില്ലെങ്കിൽ ഇവര് ജീവിക്കാൻ പറ്റുമോ? എണ്ണക്കടമായിട്ട് വന്ന് ഇത്രയും ലക്ഷം രൂപ 10 ലക്ഷം രൂപ വരെ പണി വരുന്നവരുടെ പണി കാണും. ഒരു വർഷത്തിൽ ഇവർ പുതുക്കുമ്പോൾ ഇവര് പറയുന്ന ലൈസൻസ് പുതുക്കി കൊടുക്കത്തില്ല. ഓരോ വർഷം ഇവര് പണി ബോട്ട് കടലിൽ റിപ്പയർ ചെയ്താണ് ബോട്ട് കടലിൽ പോയത്. ഞാൻ ഒരു ആപ്പണ്ടിന്റെ ഭാര്യ, എനിക്കറിയാം. ബോട്ട് പണിക്കാരൻ്റെ ഒരു ഭാര്യ. എന്റെ ചേട്ടൻ വന്ന് പറയുന്നത് എനിക്കറിയാം എത്ര ലക്ഷം രൂപ ഇവർക്ക് ആവുന്നൊന്നും. പരിശോധിച്ച് ഇവര് പണി തീർത്ത് കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാം. എന്റെ ചേട്ടൻ വന്ന് പറയും അവര് കൊടുക്കുന്ന 2500 ശമ്പളം കൊടുക്കണം ഒരാൾക്ക് ആ ജോലി ചെയ്യണമെങ്കിൽ. വീട് അവര് എന്നോട് പറയും പിന്നെ കരുത്തക്കണ താലിമാല വിറ്റാലും കമ്മല് വിറ്റാലും ഇവര് പലിശയ്ക്ക് എടുത്താണ് ഇവര് ഇത് ഇറക്കുന്നത്. ഇപ്പൊ ഇവര് കടലിൽ ഇപ്പൊ 5 ലക്ഷം രൂപ മുടക്കിയിട്ട് എണ്ണ കടച്ച് വരും. വിത്തുങ്ങൾക്ക് 50,000 പോലും കിട്ടുന്നില്ല. ഇനി വിത്തുങ്ങൾ എങ്ങനെ പോകും? കടലിൽ എങ്ങനെ പോകും? ഈ മത്സ്യമേഖല സംഭവിച്ച എത്ര ലക്ഷം പേരുടെ പട്ടിണിയാണെന്നറിയാം അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ഞങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം. 13 വയസ്സോട്ടെ ക്ഷേമനിധി വിഹിതങ്ങൾ സാധാരണക്കാരന് മത്സ്യത്തൊഴിലാളിക്ക് ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിൽ ലഭിക്കുന്ന ക്ഷേമനിധി വിഹിതമായ അവന്റെ ആ പഞ്ഞമാസത്തിൽ അവന് കിട്ടേണ്ട കിട്ടേണ്ട പൈസ, അതിന്റെ വിഹിതം 100 രൂപയായിരുന്നു അടച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 300 രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുക. അതുപോലെ തന്നെ കടലിൽ പോകുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ 15 വർഷവും 8 വർഷവും തികയുന്ന ബോട്ടുകൾ പൊളിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ ഗവൺമെന്റ് ആ ലൈസൻസുകൾ റിന്യൂ ചെയ്ത് തരാത്തപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നീതി ലഭിക്കുന്നില്ല, അയാൾക്ക് പൈസ ലഭിക്കുന്നില്ല? ഈ ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഗവൺമെന്റ് പറയണം. ഇത്തരത്തിൽ ഒരാൾ മരണപ്പെട്ട ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ മരണം സംഭവിച്ചു. ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഗവൺമെന്റ് ഇതിൽ കണ്ണു തുറക്കണം, അധികാരികൾ കണ്ണു തുറക്കണം. സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളി കോവിഡ് കാലഘട്ടത്തിൽ പോലും മത്സ്യത്തൊഴിലാളിയുടെ ഈ ഹാർബർ കൊണ്ടാണ് ഗവൺമെന്റ് നിലനിന്ന് പോയിരുന്നത്. ഈ ഗവൺമെന്റ് നിലനിന്നതിന്റെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഹാർബർ ആയിരുന്നു. ആ ഹാർബർ സംരക്ഷിക്കുക, അതിലെ ജീവനക്കാരെ സംരക്ഷിക്കുക, മത്സ്യത്തൊഴിലാളിയെ സംരക്ഷിക്കുക, ഇത്തരത്തിലുള്ള നയത്തിലേക്ക് ഗവൺമെന്റ് മാറണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക് പറയാനുള്ളത്. എൻ്റെ പേര് KJ യേശുദാസൻ. ഞാൻ കേരള മത്സ്യത്തൊഴിലാളി ഫോറത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. 54 വർഷമായിട്ട് കടലിൽ പോയി ഉപജീവന മാർഗം നടത്തുന്ന ഒരാളുമാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ നേരത്തെ ഇവിടെ സമരസമിതി പ്രതിഷേധ സമരത്തിൽ മാർച്ചിലും പ്രതിഷേധത്തിലും സൂചിപ്പിച്ചതുപോലെ 50-52 കാലഘട്ടത്തിൽ ഇന്ത്യയും നോർവേജിനും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ്. ഞങ്ങൾ അതുവരെയും ഞങ്ങളുടെ പൂർവികര് പരമ്പരാഗതക്കാരായിരുന്നു.
അത് ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞിട്ടും വാശിയായിട്ട് വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ മെക്കനൈസേഡിലാക്കിയിട്ട് ഞങ്ങൾ ഇന്ന് ആ തൊഴിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് മെക്കനൈസേഷൻ അല്ലാത്ത ഒരു മത്സ്യബന്ധനവും നിലവിൽ കേരളത്തിലില്ല. ഇല്ല, എങ്ങുമില്ല. കായലിൽ പോലും മെക്കനൈസേഡാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ രണ്ട് തട്ടിലാക്കി ഞങ്ങളെ തമ്മിത്തല്ലിക്കുന്ന ഒരു പ്രവണത ഇരു സർക്കാരുകളും ചെയ്തു വരിക. രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത് അവസാനിപ്പിക്കണം. ഞങ്ങളിപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാവരും കൂടെ ഒന്നിച്ചതാണ്. ഞങ്ങൾ അങ്ങനെ കളിപ്പിക്കുകയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞങ്ങൾ ഐക്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒന്നുചേർന്ന് ഇന്നൊരു പ്രതിഷേധ സംയുക്ത സമരസമിതിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുക. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കളിപ്പിക്കുക രാഷ്ട്രീയക്കാരെന്ന്. ഇനി ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ പിടിയിൽ നിന്നും കൊടുക്കത്തില്ല. ഞങ്ങൾ സംയുക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഗവൺമെന്റ് അനുവദിക്കപ്പെട്ട 2000 നിയമസഭ കൂടി പാസ്സാക്കിയ OBC വിഭാഗത്തിൽ ഞങ്ങളും പെടുന്നതായി ഫ്ലോട്ടിംഗ് സമ്പ്രദായം വിദ്യാർത്ഥികൾക്ക് 2020 അത് റദ്ദ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ മണ്ണെണ്ണ കോട്ട വെട്ടിക്കുറച്ച് അതിന്റെ വില സബ്സിഡി തരുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. എന്നിട്ട് ഞങ്ങളെ ചൂഷണം ചെയ്ത് ഞങ്ങളുടെ സ്വതന്ത്രമായിട്ട് പോയി ജോലി എടുക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ്. ഇവിടെയുണ്ട് ഈ 2.5 ലക്ഷം രൂപ. എന്താണ് ഈ 2.5 ലക്ഷം രൂപ പിഴയടിച്ചേച്ച് ഈ നിൽക്കുന്ന ഒരു ബോട്ട് മുതലാളിയാണ് അയാൾ തന്നെ സ്ട്രാങ്കായിട്ട് പോകുന്നത്. അയാളുടെ ബോട്ടിൽ അയാൾ തന്നെ പോകുന്ന സ്ട്രാങ്കായിട്ട്. അങ്ങനെ 99% ബോട്ടിന്റെ ഉടമകൾ തന്നെ ആ ബോട്ടിലെ തൊഴിലാളി സ്ട്രാങ്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ടൊക്കെ ആ ബോട്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ അപൂർവം വിലയിലുണ്ടാവുന്ന മുതലാളിമാരെ ഇവിടെ ഉള്ളു. എന്നിട്ട് ഞങ്ങളെ അറിയപ്പെടുന്ന മുതലാളി എന്ന് അത് മാറ്റിയിട്ട് ഞങ്ങളുടെ തൊഴിൽ മേഖല സംരക്ഷിക്കാൻ വേണ്ടുന്ന മതിയായ സഹകരണം. അതുകൊണ്ട് KM4 ആക്ട് ഒക്കെ വന്നിട്ട് ആ ആക്ടിനനുസരിച്ച് നിയമത്തിൽ കൊണ്ടുവരുന്നില്ല. ആക്ട് അങ്ങനെ തന്നെ നിൽക്കുക. അവർ ശുപാർശ ചെയ്ത നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവർ നടപ്പിലാക്കുന്നില്ല. എല്ലാം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാം, പ്രവൃത്തിയിൽ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഏറെ പ്രതിസന്ധി നേരിടുന്ന ഈ മേഖല ഇനിയെങ്കിലും സംരക്ഷിക്കാതെ പോയാൽ ഞങ്ങളും സംയുക്തമായിട്ട് ഇന്നിപ്പോ ഇത് സൂചനയാണ്. ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടം. ഞങ്ങൾ ഇനി നീണ്ട കാലയളവ് പ്രത്യക്ഷ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് തന്നെ പോകും. ഞാൻ ഒരു ചെറുബോട്ടിന്റെ മുതലാളിയാണ് കേട്ടോ. അപ്പം ഈ നമ്മളുടെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 15 വർഷം കഴിഞ്ഞ ബോട്ടുകൾ, ഇരുമ്പ് ബോട്ടുകൾ ഇവർ പാസ്സാക്കുന്നില്ല. അപ്പം നമ്മൾ 15 വർഷം കഴിഞ്ഞ ഒരു ബോട്ട് കടലിൽ പോയി നമ്മളുടെ ഏതെങ്കിലും ഒരു ബോട്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ഇവർ പറയുന്ന ആനുകൂല്യം ഒന്നും കൊടുക്കത്തില്ലെന്ന്. എന്താ ചോദിക്കുന്ന ചോദ്യം? ലൈസൻസ് ഇല്ലാത്ത ബോട്ടും കൊണ്ട് ആര് പറഞ്ഞ് നീ കടലിൽ പോവാൻ? അപ്പൊ ഇവർ ലൈസൻസ് പുതുക്കി തരണ്ടേ? അപ്പൊ ലൈസൻസ് പുതുക്കാൻ ഞങ്ങൾ എന്നാ ഇവർ പറയുന്നത് മുടന്ന ന്യായങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് പുതുക്കുന്നില്ല. അപ്പം നമ്മുടെ റോഡിലും കൂടി ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ഒരാൾ ലൈസൻസ് ഇല്ലാത്ത ആൾ സ്വാഭാവികമായിട്ട് ഓടിച്ചു പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു കേസ് വന്നാൽ ആ കേസ് എങ്ങനെ എടുക്കും? മനഃപൂർവ്വം അല്ലാത്ത കൊലപാതകം. അപ്പൊ ഇത് ഞങ്ങൾക്കും ബാധകമല്ലേ? ലൈസൻസ് ഇല്ലാത്ത ബോട്ടും കൊണ്ടുപോയി ഞങ്ങളുടെ ഭാഗത്തിൽ ഒരാൾ മരിച്ചാൽ ഇവർ ആനുകൂല്യം കൊടുക്കത്തില്ല. ആ ഓണറിനെതിരെ ഒരു കേസെടുക്കാൻ സാഹചര്യം വന്ന കേസ് എങ്ങനെ പോകും? മനഃപൂർവ്വം അല്ലാത്ത കൊലപാതകം. അങ്ങനെ ഞങ്ങളൊക്കെ കൊലപാതകത്തിന് ജയിലിൽ പോയി കിടക്കണ്ടേ? അപ്പൊ ഞങ്ങളുടെ ഈ ലൈസൻസ് എങ്കിലും അടിയന്തരമായിട്ട് പുതുക്കി തരണം. അത് ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അറ്റകുറ്റപ്പണികളെല്ലാം തീർത്താണല്ലോ ഞങ്ങൾ ഓരോ വർഷവും പിന്നെ അതല്ലേ നമ്മൾ പറയുന്നത്. നമ്മളുടെ ബോട്ട്, അതായത് ഇപ്പം നമ്മളുടെ റോഡിൽ കൂടെ ഓടുന്ന ഒരു വാഹനം അത് 15 വർഷം കഴിഞ്ഞാൽ അത് അതിന്റെ മെയിൻ്റനൻസ് ചെയ്ത് അതിന്റെ ഉദ്യോഗസ്ഥരെ കാണിക്കുമ്പോൾ അവർ അത് 5 വർഷം കൂടി കൊടുക്കുമല്ലോ. ഇപ്പൊ നമുക്ക് 15 വർഷമായ എല്ലാ വർഷവും നമ്മൾ ഓരോ ബോട്ടും ട്രോളിംഗ് നിരോധനം വരുമ്പം 3 ലക്ഷം മുതൽ 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം രൂപ വരെ ചെലവാക്കിയാണ് നമ്മൾ പോകുന്നത് കടലിലോട്ട്. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ ഇവർ നോക്കിയിട്ട് പുതുക്കി തരണ്ടേ? ഇവര് പുതുക്കി തരുന്നില്ല. ഇവര് മുടന്ന ന്യായങ്ങളാണ് പറയുന്നത്. എല്ലാവരും ക്ഷേമനിധി അംഗങ്ങളായിരിക്കണം. ഇപ്പൊ എന്ന് വെച്ചാൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ് നമ്മളുടെ ഇവിടെ വാഹനങ്ങൾ പോകുന്നത്. കാര്യം ഇവിടെ ഈ മേഖലയിൽ ഇനി നമ്മളുടെ തലമുറയിലുള്ള ആരും വരുന്നില്ല. അവര് മരിച്ച അവർക്ക് ആനുകൂല്യം ഇല്ലല്ലോ. ഇപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളി അവൻ ഇന്ത്യക്കാരനല്ലേ? അപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളി നമ്മുടെ ബോട്ടിൽ വന്ന ഒരാൾ മരണപ്പെട്ടാൽ ഇവര് ഒരാനുകൂല്യം കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു ബോട്ട് മുങ്ങിയ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഈ സർക്കാർ നൽകുന്ന. ഞാൻ എന്റെ ബോട്ടെന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 1000 ലിറ്റർ ഡീസൽ അടിക്കും ഞങ്ങൾ 6 ദിവസം പണിക്ക് പോകുമ്പോൾ. ഈ 1 ലക്ഷം 1000 ലിറ്റർ ഡീസലിന് ഇപ്പൊ ഏതാണ്ട് 95,000 സംതിങ്ങാ. ഇതിൽ 45,000 രൂപയും സർക്കാരിന്റെ ഖജനാവിലോട്ട് പോയാ ഈ ടാക്സ് ആയിട്ട്. അതായത് ജലത്തിലോടുന്ന ഞങ്ങൾ അടിക്കുന്ന ഡീസലിന് റോഡ് ടാക്സ് വരെ ഇവർ ഈടാക്കിയാണ്. അപ്പൊ അങ്ങനെ അത്രയ്ക്കും ഈ വിരോധാഭാസമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ മേൽ ഇവർ അടിച്ചേൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ KMR ആക്ടിൽ പറയുന്നത് നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ 50%, അതായത് 100 കൊട്ട മീനുണ്ടെങ്കിൽ 51 കൊട്ട മീനുണ്ടെങ്കിൽ ആ വാഹനത്തിനെതിരെ നടപടി എടുക്കാനുള്ള ചെറുമീൻ ഉണ്ടെങ്കിലേ എടുക്കാനുള്ള കേസെടുക്കാനുള്ള വകുപ്പുള്ളൂ. ഈ നിയമം കൊണ്ടുവന്നവർ പറഞ്ഞതാ. പക്ഷെ ഇവരങ്ങനെയല്ല. നമ്മൾ 100 കൊട്ട മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്ത് 5 കൊട്ടയോ ഉണ്ടെങ്കിലും
ഉടനെ അങ്ങ് ബോട്ട് പിടിച്ചങ്ങ് അവിടെ കെട്ടുക. പിന്നെ ഇവർക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന മീനിന്റെ ആ തോതിനനുസരിച്ച് ഇവർക്ക് ഫീസ് അടയ്ക്കണം. ഇത് എന്തനീതിയാ? കണ്ണിലെ കുറിൽ ഇത് നമ്മുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പണി. ഇത് അവസാനിപ്പിക്കാൻ ഇവര് ഇനിയെങ്കിലും തിരിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ധർമ്മസമരത്തിലായി. കാര്യം ഞങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടമായത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ സമരം ഇതൊരു സൂചനയാ. ഈ സൂചന കൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി ജീവൻ മരണ പോരാട്ടത്തിലോട്ട് പോകും. വിട്ടുപോയ പ്രോമിസ് എന്ന് പറയുന്നത് ഇത് തന്നെ. അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഞങ്ങളെ ഇവിടെ പാടെ തുടച്ചു മാറ്റിയിട്ട് ഞങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞു. ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളിയെ കൊണ്ടുപോകരുത്, അന്യസംസ്ഥാന തൊഴിലാളി ഇല്ലാതെ ഇവിടെ ഒരു പ്രസ്ഥാനവും നടക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ മേഖല ഡൗൺ ആവും. പിന്നെ അമിതമായ ഫീസ് വർധനവ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അമിതമായ ഒരു കാരണം തെറ്റും ചെയ്യാത്തവന് കാരണം കൂടാതെ ശിക്ഷിക്കുന്ന 2.5 ലക്ഷം രൂപ പടി വെച്ചിരിക്കുക. 2.5 ലക്ഷം രൂപ എവിടെ നിർത്തേണ്ട ഒരു സാധാരണ പൊട്ടിപ്പം തൊഴിലാളി. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ CRZ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് പറയുന്നത് CRZ നിയമം. ഈ CRZ നിയമത്തിൽ 50 മീറ്റർ പറഞ്ഞിട്ടുണ്ട്, 200 മീറ്ററും പറഞ്ഞിട്ടുണ്ട്. തീരദേശവാസികൾക്ക് 200 മീറ്ററും. അപ്പോൾ തിരുവല്ലവാരത്തിൽ ഇപ്പുറം ഒരു ഹെലിപ്പാഡ് വരെ ഉള്ള ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അത് 20 മീറ്ററിനകത്ത് പോലും ഇല്ല. അതിനപ്പുറം നിർത്തി ആ ബിൽഡിംഗ് വരുന്നത്. അപ്പം അത്രയും വലിയ കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് തീരെ ഞങ്ങളെ തൊഴിലും തൊഴിലിടവും ഒഴിഞ്ഞു കൊടുക്കാനാ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ കുടിയൊഴിപ്പിക്കാനാ. ജീവൻ പോയാലും ശരി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. കടലിന്റെ മക്കൾക്ക് കടലവകാശം കടലിന്റെ മക്കൾക്കാ. തീരദേശ ജനതയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഉത്സവങ്ങളുടെ പാരമ്പര്യമുണ്ട്. മാനവരാശി തുടങ്ങിയിടന്ന കാലം പോലും ഉത്സവമുണ്ട്. അതുപോലെ തന്നെ തീരദേശ ജനതയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പാരമ്പര്യം ഉപേക്ഷിച്ച് ഞങ്ങൾ വേറെ തൊഴിലറിയത്തില്ല. ഞങ്ങൾ വേറെ ഏത് തൊഴിലിൽ പോകും? ഇവരിങ്ങനെ കടശം പിടിച്ച് ഞങ്ങളെ ദൂരോട്ട് ടാട്ടി പായിച്ചാൽ ഒരു കാരണവശാലും ഞങ്ങൾ പായത്തില്ല. അതുകൊണ്ട് ഇത് ഇവരുടെ കോപ്പറേറ്റീവുകൾക്ക് വേണ്ടി, കാരണം ഈ സാഗരമാല പദ്ധതി ബ്ലൂ എക്കോണമി വരുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയുള്ള കോപ്പറേറ്റീവുകളെ സംരക്ഷിക്കാൻ വേണ്ടി അതിന് ഞങ്ങളെ പാവപ്പെട്ട ഞങ്ങളുടെ തൊഴിലും തൊഴിലിടവും ഉപേക്ഷിക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എന്ത് വന്നാലും എന്ത് വില ജീവൻ കൊടുത്തും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി മരണം വരെയും പോരാടും എന്നുള്ള ഒറ്റ വാക്കുകൾ ഞങ്ങൾക്ക് പറയാം. താങ്ക് യു. വനാവകാശ നിയമം ആദിവാസികൾക്കും മറ്റും കൊടുക്കുന്നത് പോലെ കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്കുള്ളതാണ്. അതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീരപ്രദേശത്ത് നിന്ന് ക്രമാതീതമായിട്ട് മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കുവാനുള്ള വികസനത്തിന്റെ പേര് പറഞ്ഞു. വികസനത്തിന് ആരും എതിരില്ല. കാലാകാലങ്ങളിൽ തീരം സംരക്ഷിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ തീരത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില വികസന പദ്ധതികളുമായി മുന്നോട്ട് വരികയും അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാതെ ലൈഫ് പദ്ധതികൾ പോലുള്ള പദ്ധതികൾ ഇന്ന് പെരുവഴിയിലാകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വീട് ഉപേക്ഷിക്കപ്പെട്ട് വീടില്ലാതെ കിടക്കുന്ന എത്രയോ മത്സ്യത്തൊഴിലാളികളാണ്. ഈ പദ്ധതിയുടെ പേപ്പറുകൾ ഇന്ന് കെട്ടിക്കിടക്കുകയാണ് സർക്കാർ ഓഫീസുകളിൽ. ഇതൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല. ഒരു സൈഡിൽ വികസനം കൊണ്ടുവരുമ്പോൾ മറു സൈഡിൽ അവർക്ക് വേണ്ടിയുള്ള നീതി അവർ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നില്ല. സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് പൊറുതിമുട്ടുകയാണ്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് പോലുള്ള അത്തരത്തിലുള്ള സമരങ്ങൾ വന്നത് അവസാനം പൊറുതിമുട്ടിയാണ് സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത് അതിജീവന സമരമാണ്. ഈ സമരം പൊറുതിമുട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു വലിയ ജനസമൂഹത്തിന് അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മിണ്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവരുടെ പുറകിൽ കൂടുതൽ നിയമങ്ങൾ കൊണ്ടുവരികയും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവസാനം ഇന്ത്യയിൽ കർഷക സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇത് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ മേഖലയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിഥി തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനും അതിഥി തൊഴിലാളികൾക്ക് അവരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാക്കുന്നതിനും അവർ ഈ തൊഴിൽ മേഖലയിലുണ്ട്. എല്ലാ തൊഴിൽ മേഖലകളിലും അതിഥി തൊഴിലാളികളുണ്ട്. അവരെ പൂർണ്ണമായി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് തയ്യാറാകണം. ഈ മേഖലകൾ അവർ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നടപടികൾ അവര് ഒരു ഹോട്ടലിൽ പോലും പണിയെടുക്കാൻ ഒരു ആഹാരം കൊണ്ടുതരുന്നത് ഇപ്പോൾ അതിഥി തൊഴിലാളിയാണ്. അപ്പൊ അത്തരത്തിലുള്ള സമയത്ത് ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിഥി തൊഴിലാളികളുണ്ട്. അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കണം. അതുപോലെ ഈ മേഖലയെ ഗവൺമെന്റ് സംരക്ഷിക്കണം. പാവപ്പെട്ടവന്റെ ലൈഫ് പദ്ധതി വീണ്ടും അവർക്ക് ഈ പറയുന്ന പുനരധിവാസം ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, ക്ഷേമ പെൻഷന്റെ 100 രൂപ, പഴയ 100 രൂപ ഇപ്പൊ 300 രൂപ ആയിരിക്കും. ആ 300 രൂപയിൽ തീരുമാനം ഉണ്ടാക്കണം. 100 രൂപ തന്നെ ബുദ്ധിമുട്ടിയാണ് ഒരു മത്സ്യത്തൊഴിലാളി അടയ്ക്കുന്നത്. അതിന്റെ വിഹിതമായ ആ ബദ്ധ പോലും സമയാസമയങ്ങളിൽ അവർക്ക് ലഭിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാണ് ഈ പൈസ അക്കൗണ്ടിലേക്ക് കൊടുക്കാനായിട്ട്, അതും പല ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലോളം പൊറുതിമുട്ടി ജീവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ പടുകണിയിൽ വീണ് കിടക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഇതൊരു വലിയ സമരത്തിലേക്ക്, ജനകീയ സമരത്തിലേക്ക് പോകും. ഇതൊരു സംയുക്ത സമരസമിതിയുടെ സമരമാണ്. എല്ലാ പാർട്ടിയും പങ്കെടുത്തിരുന്നു. അതുപോലെ ജനകീയ സമരമായി മാറും. ഇത് കേരളമാകെ കത്തിപ്പടരും. കാസർഗോഡ് മുതൽ കൊല്ലം വരെയും. അങ്ങ് തിരുവനന്തപുരത്ത് ബോട്ട് ഇല്ല, വള്ളങ്ങളാണ്, യാനങ്ങളാണ്. എങ്കിൽ പോലും ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ അവർ നിരക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമരം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ
കൂടുതലാണ്. അതിനു മുൻപേ അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിലൂടെ ചേർത്ത് പിടിച്ചാൽ മതി. ഈ emblem ഒന്നും ഏത്? ഇത് 2016 ശ്രീമതി മെഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കേരള മത്സ്യത്തൊഴിലാളി ഫോറം കത്തോലിക്ക സഭ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സഭയാണ്. അതിൽ 45 ആവശ്യങ്ങളടങ്ങിയ അവകാശ പത്രികകൾ സമർപ്പിക്കുകയുണ്ടായി. 45 നമ്പറൂടെ കാണിച്ചു തരാൻ മതി. അത് കാണിച്ചു 45 അവകാശ പത്രിക ഒന്നും നടപ്പിലാക്കില്ല. ഇതിൽ വളരെയേറെ സിംഹബാബിന് ഒരു കാര്യം മാത്രമേ ഇതിൽ നടപ്പായി. പണ്ട് വിവേചനമായിരുന്നു. പിന്നെ കായലിൽ പോയി പണിയെടുക്കുന്നവൻ ഇൻലാൻഡ് തൊഴിലാളി, കടലിൽ പോയി പണിയെടുക്കുന്നവൻ തീരദേശം, അങ്ങനെ 2 വിവേചനം ഉണ്ടായിരുന്നു. അത് നിരന്തരമായ ഇടപെടലുകൊണ്ട് ആ നിയമം മാറ്റി. ഇപ്പൊ കടലിൽ പണിയില്ലാത്തപ്പോൾ കായലിൽ പണിക്ക് പോകും, ഞങ്ങൾ കായലിൽ പണിയില്ലാത്തപ്പോൾ കടലിൽ പണിക്ക് പോകും. എവിടെ വെച്ച് സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ നേടിത്തന്നിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക നിരന്തരം. അതിന് മീഡിയക്കാർ ഇനിയെങ്കിലും ഞാൻ മീഡിയയുടെ അഭ്യർത്ഥിക്കുക, അത് അതിജീവനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുക. മത്സ്യത്തൊഴിലാളി മേഖലയുടെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ ഞങ്ങൾക്ക് ആവുന്ന വിധത്തിൽ നിങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് ജനത്തെ അറിയിക്കുകയും അധികാരികളുടെ കണ്ണു ഉറപ്പിക്കാനും നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കടലിന്റെ മക്കളുടെ ആവശ്യം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവരെ കേൾക്കണം, ഇവരുടെ ആവശ്യങ്ങൾ മുഖവിലക്കെടുക്കണം. ഞാനെന്റെ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഒരു ഇതുണ്ട്